വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അതായത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ്, ആണും പെണ്ണും അല്ലെങ്കിൽ എല്ലാ ജെൻഡറും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ടോയ്ലറ്റ്. ഒരു സമയത്ത് ആണ് കയറിയിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് പെണ്ണുങ്ങളും എല്ലാവരും ചെയ്യുന്നു. അതിലെന്തോരം പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. ഇനി എത്ര ഈസി ആയിട്ട് ഒരു ഞരമ്പന് മൂത്രം ഒഴിക്കാൻ പോകുന്ന സമയത്ത് അവൻ്റെ സംഭവം ഒരു പെണ്ണിൻ്റെ നേരെ കാണിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒഴിക്കാൻ പോയ ടോയ്ലറ്റിലല്ലേ നീ എന്തിനാ കയറിയെന്ന് ചോദിച്ചാൽ പോരെ? ഇത് വിഷയാവും കേട്ടോ, ഇത് വലിയ വിഷയമാവും അല്ലേ? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇത് തികച്ചും ഒരു അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാജാസിൻ്റെ ഒരു പേജിൽ വന്നിട്ടുണ്ടായിരുന്ന സംഭവം കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി അങ്ങ് പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങളുടെ മഹാരാജാസ് കോളേജിൽ ജെൻഡർ സൗഹൃദ ശുചിമുറികൾ എന്ന് പറഞ്ഞുള്ള സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും കിളി പോയി. കാര്യം ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ഇൻ കേരള ഗൈസ്? അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ആൻഡപ്പൻ ടോക്കീസ് എന്ന് പറയുന്ന എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്കിൽ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ നിലവിൽ പാലക്കാട് എൻ്റെ വീട്ടിലാണുള്ളത്. സോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സെറ്റപ്പിലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാലോ. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത് തികച്ചും എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കും ഇതിനകത്ത് കുറച്ച് ഐഡിയാസൊക്കെ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ എന്താണ് ഇതിലൊക്കെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. എന്നാലല്ലേ നമുക്കും അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഞാൻ റെസ്പെക്റ്റോടെ കണ്ടിട്ടുള്ള ഒരു കോളേജാണ്. നമ്മുടെ ചരിത്രമൊക്കെ മഹാരാജാസിൻ്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കി, ഇപ്പോഴത്തെ കാര്യമില്ല, ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഇന്ന് നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസ് ആവട്ടെ, അതുപോലെ തന്നെ സിനിമയിലുള്ളവരാവട്ടെ, അല്ലാതെ മറ്റ് മേഖലയിലുള്ളവരാവട്ടെ, ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ പല 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 മേഖലകളിലും വലിയ രീതിയിലുള്ള എന്താ പറയുക ആൾക്കാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് അല്ലേ. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ മഹാരാജാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവിടെ പഠിപ്പിച്ചോ ആളൊന്നും ആവണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരും. സിനിമകളിലൂടെയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഭയങ്കര എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മേ ബി നിങ്ങൾക്ക് എന്നെ ഇതെന്താണ് ഞാൻ ഇതിനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ആളാണോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. പക്ഷേ സത്യത്തിൽ എനിക്ക് ഇത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് തോട്ട് എൻ്റെ മനസ്സിൽ പോയത് പറയാം. ആൺ പെൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിലാണെങ്കിലും ട്രാൻസ്മെന്നോ ട്രാൻസ്വുമണോ ആരൊക്കെ തന്നെ ആവട്ടെ, ഈ എല്ലാ ജെൻഡറിലുള്ളവർ ഒരുമിച്ച് വരുന്നു. അപ്പോൾ ആണിൻ്റെ ബേസിക്കായിട്ട് എങ്ങനെയാണ് ഒരു വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴെന്ന് അറിയാം. അപ്പോൾ ഞാനിതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. 2 സെപ്പറേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര ചെറിയ സംശയമാണ്. ഒരു ആൺകുട്ടി മൂത്രമൊഴിക്കാൻ പോയി നിൽക്കുകയാണ്, ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂട്ടുകാരി അപ്പുറത്തുണ്ട്. എടാ മോനെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പം എന്നെ വിളിക്കുന്ന ആൻ്റപ്പ എന്ന് വിളിക്കുന്നു. ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ അറിയാതെ എന്താടാ മച്ചാനെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുമ്പോൾ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കി. ചില്ലറായിരിക്കും. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് മാത്രമൊന്നും ആയിരിക്കില്ല. ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിലൂടെ ഓടിപ്പോയിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള ചിന്തകളാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ അല്ലാതെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചുമ്മാ നമ്മുടെ ഫോണിൽ തന്നെ എടുത്തിട്ട് ചാറ്റ് GTPയിൽ ഇപ്പം എല്ലാവരും ചാറ്റ് GTP നോക്കുന്ന സമയമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. ഈ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ് കൊണ്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് എന്താണെന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ക്ലെൻലിനെസ്സും മെയിൻ്റനൻസും ഒരു വലിയ വിഷയമാണെന്ന് പറയുന്നുണ്ട്. പ്രൈവസിയും സേഫ്റ്റിയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രൈവസിയും സേഫ്റ്റിയും അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഈ പറയുന്ന സ്ഥലത്ത് നിൽക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ഹൈജീൻ പ്രൊഡക്ട്സ്, ഹൈജീൻ പ്രൊഡക്ട്സ് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഹൈജീൻ അതൊരു വലിയ വിഷയം തന്നെയായിരിക്കും. നമ്മൾ പൊതുവെ അറിയാവുന്നത് സ്ത്രീകളുടെ വാഷ്റൂംസും ടോയ്ലറ്റ്സും ഒക്കെ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും. ഞാൻ എല്ലായിടത്തെ കാര്യമല്ല പറയണത്, ക്ലീൻ ആയിരിക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണുങ്ങളെക്കാൾ കൂടുതൽ പെട്ടെന്ന് അവർക്ക് ഈ പറയുന്നത് പോലെ തന്നെ അസുഖങ്ങൾ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. എന്നാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ബാത്റൂം ആവുമ്പോൾ അതിൻ്റെ ഹൈജീൻ വലിയൊരു പ്രശ്നമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. എയർ ക്വാളിറ്റി അത് 100% മറ്റ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും എന്നാണ് പറയണത്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ ChatGPT തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കാം, നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ChatGPT തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഞാൻ മഹാരാജാസിൻ്റെ ഈ സംഭവം കണ്ടു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അതായത് നമ്മുടെ മാതൃഭൂമി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാൻ എടുത്ത് വായിച്ചു നോക്കി. എൻ്റെ പൊന്നടാവേ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ വായിച്ചു തരാം. വായിക്കാൻ പറ്റുന്നതല്ല, ഞാൻ വായിക്കാം. ഒരു വീടിനുള്ളിൽ എല്ലാവരും ഒരു ബാത്റൂമിൽ പോകുന്നത് പോലെയല്ല ഒരു കോളേജിലുള്ള എല്ലാവരും ഒരു ബാത്റൂമിൽ പോകുന്നത്. എന്നാൽ പിന്നെ ഒരു പഞ്ചായത്തിന് ഒരു കക്കൂസ് പോലെയാണ്. അതൊക്കെ ചുമ്മാ ഈ ബേസിലുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് ഉയർന്ന ചിന്താഗതി അല്ല, ബാക്കി ഞാൻ പറയുന്നില്ല, ഡാഷ് ചിന്താഗതി എന്നൊരു ടിക്കും കൊടുത്തിട്ടുണ്ട്. ഹര ഹര മഹാരാജ്. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രിൻസിപ്പളും ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, ഈ കുറേ കൺസേൺസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്താണ് നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നിയത് എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഡേയും കൂടെ വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് പിന്നെ സൈനിങ് ഓഫ്.